നമസ്കാരം. 6 മണിക്കൂറിൽ ഒരു 23-കാരൻ കൊലപ്പെടുത്തിയത് 5 പേരെയാണ്. ലക്ഷ്യം വെച്ചതോ സ്വന്തം അമ്മയും അനിയനും അമ്മൂമ്മയും പ്രണയിച്ച ഒപ്പം ഇറങ്ങി വന്ന പെൺകുട്ടിയും ഉൾപ്പെടെ 6 പേരെയും. വെഞ്ഞാറമൂട്ടിലെ നിഷ്ഠൂരമായ കൊലപാതക പരമ്പരയുടെ ഞെട്ടലിലാണ് മലയാളികൾ. അത്രമേൽ പ്രിയപ്പെട്ടവരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം അഫാൻ എന്ന 23-കാരൻ യാതൊരു കൂസലുമില്ലാതെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞത്, ഞാൻ 6 പേരെ തട്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. കേട്ടുനിന്ന പോലീസുകാർ പോലും തരിച്ചുപോയ നിമിഷം. നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നാണ് ഓരോ മലയാളിയും ചോദിക്കുന്നത്. കൊലപാതകം നടത്തിയ രീതി വിശദീകരിച്ചാൽ ആരും ചെവി പൊത്തിപ്പോകും. സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ആദ്യം പറഞ്ഞ അഫാൻ പിന്നീട് പറഞ്ഞത് പ്രണയം വീട്ടുകാർ അംഗീകരിക്കാതിരുന്നതാണ് കാരണമെന്നാണ്. ഒന്നിനും ഒരു വ്യക്തതയുമില്ല. രക്തമുറയുന്ന നിഷ്ഠൂരത. കാരണം പണമോ പ്രണയമോ അതോ മറ്റെന്തെങ്കിലുമോ ആണോ എന്ന് കണ്ടെത്തേണ്ടത് ഇനി പോലീസിന്റെ മുന്നിലെ വെല്ലുവിളിയാണ്. നോക്കാം വിശദമായി അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നതടക്കം സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ 5 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാകും അന്വേഷണം നടക്കുക. കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്തുകയാണ് പോലീസിന് മുന്നിലെ വെല്ലുവിളി. അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ വീട്ടിൽ മൽപ്പിടുത്തം നടന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ലത്തീഫിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മറ്റുള്ളവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ പ്രതിയുടെ മാതാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതി അഫാനെ മെഡിക്കൽ കോളേജിലെ പ്രത്യേക പോലീസ് സെല്ലിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വി വിനോദും ഡാൻ കുര്യനും ആണ് ചേരുന്നത്. ആദ്യം നമുക്ക് വി വിനോദിലേക്ക് കടക്കാം. വിനോദ്, നമ്മൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ആ വാർത്ത കേട്ടതിൻ്റെ തരിപ്പ് ഞെട്ടല് നമ്മളിൽ നിന്ന് ആർക്കും മുക്തമായിട്ടില്ല. നമ്മൾ അതിൽ നിന്നൊന്നും മുക്തമായിട്ടില്ല. കാരണം ഏറ്റവും പ്രിയപ്പെട്ട 6 പേരെയാണ് അഫാൻ കൊല്ലാൻ ശ്രമിച്ചത്. അതിൽ ഉമ്മ മാത്രമാണ് അല്പജീവനുമായി ഇപ്പോൾ ആശുപത്രിയിൽ ജീവനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കാം ഒരു 23-കാരനെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്, ഇത്രയും വലിയ നിഷ്ഠൂരമായ ഒരു കൊലപാതകങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാണ്. പല കാര്യങ്ങൾ അഫാൻ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിലൊന്നും വ്യക്തതയില്ല, അതൊന്നും വിശ്വസിക്കാൻ ആകുന്നുമില്ല. പോലീസ് അന്വേഷണം ഊർജിതമായി പോവുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. 5 ഡിവൈഎസ്പിമാരുടെ ചുമതലയിലാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോവുക. എങ്ങനെയാണ് നിലവിൽ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഒരു പുരോഗതി? പോലീസ് പ്രാഥമികമായി കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേത് തരത്തിലാണ്? ആര്യ, ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന ദൃശ്യങ്ങൾ അഫാന്റെ ഉമ്മുമ്മ സൽമാ ബീവിയെ കൊലപ്പെടുത്താൻ വേണ്ടി ആ വീട്ടിലെത്തുകയും അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത് 10 മിനിറ്റ് പോലും സമയമെടുക്കാതെയാണ്. അതായത് ഒരു കൊലപാതകം നടത്തി മടങ്ങിയത് 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ളത്. ആ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഈ കൊല നടത്താൻ വേണ്ടി ബൈക്കിലേക്ക് അവിടെ വരുന്നു, അതിനുശേഷം ആ വഴിയിലേക്ക് കയറിപ്പോകുന്നു. അത് കഴിഞ്ഞ് 10 മിനിറ്റ് ആവുന്നതിന് മുൻപ് തന്നെ പ്രതി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ആദ്യത്തെ കൊലപാതകമാണ്. ഈ പരമ്പരയിൽ ആദ്യം കൊലപ്പെടുത്തുന്നത് ഉമ്മുമ്മയാണ്. സ്വർണമാല ചോദിച്ചു, അത് കൊടുക്കാത്തതിന്റെ പേരിലായിരുന്നു ഈ കൊലപാതകം. ഇതിനു മുൻപ് തന്നെ കമ്മൽ ചോദിച്ചു, ആ കമ്മൽ വാങ്ങുകയും അത് പണയം വയ്ക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും സ്വർണമാല ആവശ്യപ്പെട്ടത്. എന്നാൽ അത് നൽകാൻ ഉമ്മുമ്മ കൂട്ടാക്കിയില്ല. ഇതിന്റെ വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം മറ്റുള്ളവരോടെല്ലാം വൈരാഗ്യമുണ്ടാകുന്ന നിലയിലേക്ക് അഫാൻ മാറി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി തുടർച്ചയായി മദ്യപിച്ചിരുന്നു എന്ന ചില സൂചനകൾ പുറത്തുവരുന്നു. ആ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ലഹരി ഉപയോഗം സംബന്ധിച്ച് പോലീസിന്റെ സ്ഥിരീകരണം ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതടക്കം ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമേ വ്യക്തമാകൂ. ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുമെന്ന് നെടുമങ്ങാട് ഡിവൈഎസ്പി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന് ഇപ്പോൾ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. 5 ഡിവൈഎസ്പിമാരാണ്. ആറ്റിങ്ങൽ നെടുമങ്ങാട് ഡിവൈഎസ്പിമാരടക്കം 5 പേരുടെ സംഘമാണ് ഉള്ളത്. അതിന് താഴോട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, സൈബർ ടീമിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മൊഴികൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾ നോക്കണം. അതിനു മുൻപ് ഈ സൗഹൃദം ഏത് തരത്തിലുള്ള സൗഹൃദ വലയത്തിലായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത്? ഈ സുഹൃത്തുക്കളുടെ സ്വാധീനമോ
ആ തരത്തിലുള്ള പ്രേരണയോ ഉണ്ടായിട്ടുണ്ടോ, ഇവർ ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നോ, മറ്റ് കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ചെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഇതെല്ലാം തന്നെ ഇനി പരിശോധിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ പ്രതി ഒറ്റയ്ക്ക് തന്നെയാണ് പല സ്ഥലങ്ങളിലും എത്തിയത് എന്നത് സംബന്ധിച്ച് ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. മറ്റൊന്ന്, ഈ മൊഴി നൽകുമ്പോൾ പറയുന്നത് തന്റെ പിതാവ് ആ കുടുംബത്തിൽ തന്നെ ഏറ്റവും ഇളയ പുത്രനായിരുന്നു. പക്ഷേ പിതാവിനെ സഹായിക്കാൻ മറ്റുള്ളവർ തയ്യാറായില്ല. മാത്രമല്ല, കടം കൊടുത്ത പണം പലപ്പോഴായി വീട്ടിലെത്തി തിരികെ ചോദിച്ചിരുന്നു. ഇതെല്ലാം തന്നെ പ്രയാസത്തിലാക്കി എന്നതാണ്. അഫാനാകട്ടെ മറ്റ് തൊഴിൽ ഒന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് വിസിറ്റിംഗ് വിസയിൽ വിദേശത്തേക്ക് പോവുകയും കുറച്ച് ദിവസം മാത്രം അവിടെ നിന്ന് തിരികെ മടങ്ങിയെത്തുകയും ചെയ്തു. പിതാവിന് ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത വിദേശത്തുണ്ട്. അതുകൊണ്ട് ഈ ട്രാവൽ ബാൻ ഉൾപ്പെടെ നേരിടുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ഒരുപക്ഷെ പിതാവിന് ഇവിടേക്ക് എത്താൻ കഴിയുമോ എന്ന കാര്യത്തിലും സംശയം അവശേഷിക്കുന്നുണ്ട്. അഫാനെ സംബന്ധിച്ച് ഈ ദൈനംദിന ജീവിതം ആ കാര്യത്തിനുള്ള ചെലവിനുള്ള പണം കണ്ടെത്തുന്നതിന് പലരിൽ നിന്നും സ്വന്തം നിലയ്ക്ക് പണം കടം വാങ്ങിയിരുന്നു. വീട്ടിൽ പണത്തിനു വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മാതാവിൽ നിന്ന് പണം വാങ്ങാനുള്ള ശ്രമം നടത്തിയിരുന്നു. ബന്ധുക്കളിൽ നിന്ന് പണം പലപ്പോഴായി ആവശ്യപ്പെട്ടിരുന്നു. ഈ വിവരങ്ങളെല്ലാം പുറത്തുവരുന്നു. മാത്രമല്ല, ഈ തുക ചെലവഴിച്ചത് എങ്ങനെയാണ്, സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള വഴിയിലൂടെ പോയിരുന്നോ എന്നതടക്കമുള്ള സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അവിടെയാണ് പോലീസിന്റെ ഇനിയുള്ള അന്വേഷണം. ഏതായിരുന്നാലും സാമ്പത്തികം തന്നെയാണ് ഇതിന് പ്രധാന കാരണമായതെന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെന്നെത്തുന്നത്. കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അവിടെയും സാമ്പത്തികമായിരുന്നു പ്രശ്നം. ഇപ്പോൾ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പോലും അമ്മ അർബുദ ബാധിതയാണ്. ഈ ചികിത്സയ്ക്കുള്ള പണം വേണം, മറ്റ് ദൈനംദിന ചെലവുകൾക്കുള്ള പണം വേണം. അപ്പോൾ ഒരു വിവാഹത്തിലേക്ക് പോയാൽ അതും ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമാക്കും എന്ന ഒരു ആശങ്ക കുടുംബത്തിനുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഒരു വൈരാഗ്യത്തിലേക്ക് ഈ പ്രതിയെ എത്തിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അരും കൊല നടത്തുന്നത് അത് ഏത് മാനസികാവസ്ഥയിലാണ്? ലഹരിയുടെ ഉപയോഗം കൊണ്ട് തന്നെ ആകണം ഇങ്ങനെ നിഷ്ഠൂരമായ കൊലകൾ, ഒന്നിനു പിറകെ ഒന്നായി 5 കൊലപാതകങ്ങൾ നടത്തുക എന്ന ഒരു രീതിയിലേക്ക് പ്രതി എത്തിയതെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. അതെ, അത് തന്നെയാണ് വിനോദ്. 6 മണിക്കൂർ കൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ 6 മണിക്കൂറിനിടയിൽ ഒരിക്കൽ പോലും താൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുന്നത് എന്തിനാണ് എന്ന് ആ പ്രതി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു കൊലപാതകം നടത്തി അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തി, അതും അറിയാൻ പരിചിതമില്ലാത്ത ആളുകളെയോ ഒന്നുമല്ല, സ്വന്തം വീട്ടിലുള്ളവരെ അത്രമേൽ പ്രിയപ്പെട്ട ആളുകളെയാണ് നിഷ്ഠൂരമായി കൊല ചെയ്യുന്നത്. ഈ മണിക്കൂറുകൾക്കിടയിൽ ഒരു തവണ പോലും ആ പ്രതി ചിന്തിച്ചിട്ടുണ്ടാവില്ലേ താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ തനിക്കിതിനൊക്കെ കഴിയുമോ? ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ആ ഒരു കൊലപാതകം നടത്തി മറ്റൊരു കൊലപാതകം നടത്തുന്നതിന്റെ ഇടവേളയിൽ ഇതിൽ നിന്ന് പിന്മാറാം എന്ന ഒരു ചിന്ത ആ പ്രതിക്കുണ്ടായില്ലെങ്കിൽ അഫാന്റെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കാം ആ മണിക്കൂറുകളിൽ? ഒരു ദിവസം പെട്ടെന്ന് അത്തരത്തിൽ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയ ആളായിരിക്കുമോ അഫാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ, ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. കാരണം സമീപവാസികളും ബന്ധുക്കളും ഒക്കെ പറയുന്നത് വളരെ നല്ല പയ്യനാണ് അഫാൻ. ഇതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്ഥിരം പ്രശ്നക്കാരനോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്ന് ആർക്കും പരിചയമില്ല. അത്തരത്തിലൊരു അഫാനെ ആർക്കും പരിചയമില്ല. വളരെ മൗനിയായി പലപ്പോഴും കാണപ്പെടുന്ന സാധാരണയായ ഒരു ചെറുപ്പക്കാരൻ എന്നതിനപ്പുറം യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ലാത്ത, കുടുംബത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രത്തോളം മാറുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത്. അറിയ, ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ പോലും ഈ അസാൻ അവിടെ കൂസലില്ലായ്മയാണ് പ്രകടിപ്പിക്കുന്നത്. ഈ 5 പേരെ കൊലപ്പെടുത്തിയിട്ട് പോലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഭാവവ്യത്യാസമില്ല, ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധമോ ആ തരത്തിലുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വേദന പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിവരമാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. വളരെ സാധാരണ നിലയിൽ പെരുമാറുന്നു. മാത്രമല്ല, ഈ നിഷേധാത്മക സമീപനം കൂടി വരുന്നുണ്ട്. ചികിത്സയോട് സഹകരിക്കാതിരിക്കുക, ഈ മൊഴി
രേഖപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ വൈരുദ്ധ്യം ചേർത്ത് പറയുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അതായത് ബോധപൂർവം തന്നെയാണ് ഈ കൊലപാതകം നടത്തുന്നത്. 6 പേരെ കൊലപ്പെടുത്തിയെന്ന കാര്യം കൃത്യമായി വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി ബോധിപ്പിക്കുന്നു, അവിടെ ചെന്ന് പറയുന്നു. അതായത് ഈ യാത്ര നടത്തുന്നു, കൊലപാതകം നടത്തുന്നു, അതിനിടയിൽ കാമുകിയെ വീട്ടിലെത്തിക്കുന്നു, അനുജന് ഭക്ഷണം വാങ്ങി നൽകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. തീർച്ചയായും ലഹരി ഉപയോഗിക്കുന്ന, അത് മാരകമായ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ്. പക്ഷെ അത്തരം ആളുകൾ നിശബ്ദമായി നടക്കുന്നു, സൈലന്റായി നടക്കുന്നു, നാട്ടിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അടിപിടിയോ ബഹളമോ ഉണ്ടാക്കുന്നില്ല, വളരെ ശാന്ത സ്വഭാവമായി നടക്കുന്നു എന്ന് ഉള്ള കേസുകൾ, അങ്ങനെയുള്ള പല കേസുകളുണ്ട്. ഈ മിക്കവാറും അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾ നിരന്തരം അടിപിടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും കലാപം ഉണ്ടാക്കുകയോ അങ്ങനെ നാട്ടുകാർക്ക് തലവേദനയായ ആളുകളോ അല്ല. പലപ്പോഴും ഇത്തരത്തിൽ കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും നിശബ്ദമായിരിക്കും നടക്കുന്നത്. അവർ നമ്മൾ പറഞ്ഞാൽ മങ്ങിയ രീതിയിൽ, അതായത് വളരെ എക്സ്പോസ്ഡ് ആയിട്ട് അവരുടെ പെരുമാറ്റങ്ങൾ കാണിക്കുന്ന ആളായിരിക്കില്ല, വളരെ സൈലന്റായി പോവുകയും, പക്ഷേ അവർ ഈ കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെടുമ്പോൾ ഭീകരമായി ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന മാനസിക നില, പ്രത്യേകിച്ച് ഇത് ഒന്നുകിൽ മാനസിക നില തകരാറിലാകുന്ന ആളുകൾ അല്ലെങ്കിൽ അമിതമായ ലഹരി ഉപയോഗം, ഇങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ പുതിയ തലമുറ. അത് കഞ്ചാവട്ടെ, MDMA ആകട്ടെ, ഈ കഞ്ചാവൊക്കെ ചേർന്നിരുന്ന് ഉപയോഗിക്കുന്നതിന് ഇപ്പോൾ പുതിയ ടേം തന്നെയുണ്ട്. ജോയിന്റ് എന്ന പേരിലൊക്കെയാണ് ഇവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഈ യുവതലമുറയിൽ പെട്ട കുട്ടികൾ ഇവർ ഇങ്ങനെ വളഞ്ഞിരുന്ന് കഞ്ചാവ് വലിക്കുകയും MDMA ഉപയോഗിക്കുകയും ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ വളരെ സാധുക്കളാണെന്ന് തോന്നുകയും വളരെ നിശബ്ദമായി റോഡിലൂടെയും നിരത്തിലൂടെയും നടന്നു പോവുകയും ചെയ്യുകയും ഒക്കെ ചെയ്യും. പക്ഷേ പിന്നീട് ഇവർ ചെയ്യുന്ന കുറ്റകൃത്യം അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. അതുകൊണ്ട് ഈ സൈലൻസ് എന്നത് ഒരുപക്ഷെ നല്ല പിള്ള എന്ന ചാർത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവരുടെ സ്വഭാവം വളരെ കീനായി സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അതിൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയൊക്കെ വലിയ ഇടപെടൽ വേണം. ഇത് പൊതുവായി നമ്മൾ പറയുന്നതാണ്, നമ്മുടെ സ്പോട്ട് ലൈവിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, യുവതലമുറകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പലപ്പോഴും സ്ഥിരമായി ഇങ്ങനെ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ, ചില റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ ഒക്കെ തന്നെ ഈ ലഹരി വസ്തുക്കളുടെ വ്യാപനം വലിയ തോതിൽ നടക്കുന്നുണ്ട്, അതിന്റെ വ്യാപാരം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. പക്ഷെ അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് തന്നെ പറയണം. നമുക്ക് ചില പ്രദേശങ്ങൾ, തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ചില പ്രദേശങ്ങൾ പരിശോധിച്ചാൽ വലിയ തോതിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട്, അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട്. ഈ കൊലപാതകം നടന്നതിന് സമീപത്തെ സ്ഥലങ്ങളിൽ നിന്ന് പല തവണ MDMAയും അതോടൊപ്പം തന്നെ കഞ്ചാവും പല കേസുകളിലായി പിടിച്ചെടുത്തിട്ടുള്ള പ്രദേശങ്ങൾ ഇതിനടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുവാവിന് എന്ത് പറ്റി എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം വേണം. ഫോൺ രേഖകൾ പരിശോധിക്കണം, സുഹൃത്ത് വലയത്തിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് പരിശോധിക്കണം, ഇവർ ഒത്തുകൂടിയെങ്കിൽ അത് എവിടെ എന്ന കാര്യം പരിശോധിക്കണം, ഇവർ മറ്റ് ഏതെങ്കിലും ലഹരി വസ്തുവിന് ആരെങ്കിലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ ആ നമ്പറുകൾ ട്രേസ് ചെയ്യണം. അങ്ങനെ വിപുലമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഈ കുറ്റകൃത്യത്തിന് ഇടയാക്കിയ സംഭവം സാമ്പത്തിക ബാധ്യതയാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണെങ്കിൽ പോലും മണിക്കൂറുകൾ കൊണ്ട് 5 പേരെ കൊലപ്പെടുത്തുക എന്ന മാനസികാവസ്ഥയിലേക്ക് ഈ യുവാവ് എത്തിയതിന് പിന്നിൽ ലഹരിയുടെ ഉപയോഗമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഡിവൈഎസ്പി ഇന്ന് വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. ഏത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചത്, ആ കാര്യമാണ് ഇനി വെളിപ്പെടേണ്ടത്. ഈ നമ്മൾ ഇപ്പോൾ പറയുന്നത് പോലെ ഏറ്റവും ഒടുവിൽ വന്ന ദൃശ്യങ്ങളിൽ പോലും 10 മിനിറ്റ് കൊണ്ടാണ് ഉമ്മുമ്മയുടെ വീട്ടിലേക്ക് ബൈക്കിൽ വരുന്നു, ആ വീട്ടിലേക്ക് പോകുന്നു, കഷ്ടിച്ച് 10 മിനിറ്റിനുള്ളിൽ തന്നെ തിരികെ വരുന്നു. ആ സമയം കൊണ്ട് ആ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയാണ് തിരികെ വരുന്നത്. അതിന് കാരണമായത് നേരത്തെ ചോദിച്ച സ്വർണമാല നൽകിയില്ല എന്നതാണ്. അതിനു മുമ്പ് അവർ കമ്മൽ നൽകിയിരുന്നു, അത് പണയം വെച്ചതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ചുറ്റികയുമായി നടന്ന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, വീട്ടിലെ ആളുകളെ, എത്രയോ വർഷമായി ഒപ്പം ജീവിക്കുന്നവരെ, സ്വന്തം രക്തത്തെ ഒക്കെ ഇങ്ങനെ തല്ലിച്ചതച്ച് കൊല്ലുന്നതിലേക്ക് ഈ മാനസിക നില എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തേണ്ടതാണ്. അനുജനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഭക്ഷണം വാങ്ങി നൽകിയത് സ്നേഹവും കരുതലുമൊക്കെ എന്ന് നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ കൊടും കുറ്റകൃത്യമാണ് നടന്നത്. ദാരുണമായി കണ്ണ് അടിച്ചു പൊട്ടിച്ച് ഒരു കണ്ണ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അത് ശരീരത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ ആ കുട്ടി അനുഭവിച്ച, ആ പെൺകുട്ടി അനുഭവിച്ച വേദനയൊക്കെ എത്രമാത്രമായിരിക്കും. അവിടെ ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന്റെ നന്മ അല്ല പറയേണ്ടത്, മറിച്ച് ലഹരി ഉപയോഗിച്ചാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതൊന്നും ഒരുപക്ഷെ ആ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാകണമെന്നില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ റുട്ടീനായി വരും. കുറെ സ്നേഹം പ്രകടിപ്പിക്കും,
ക്രൂരത പ്രകടിപ്പിക്കും. ഇതെല്ലാം മനസ്സിന്റെ ചാഞ്ചല്യമാണ്. അതിന് കാരണമാകുന്നത് ഈ ലഹരിയുടെ അമിതമായ ഉപയോഗമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നത് തന്നെയാണ് ഈ കേസിൽ പ്രധാനമായും അന്വേഷിക്കേണ്ടത്. 5 പേരുടെ ജീവൻ നഷ്ടമായ അവസ്ഥ, ഒരു ജീവൻ ഇപ്പോഴും ആശുപത്രിയിൽ ജീവന് വേണ്ടി മല്ലടിക്കുന്നുണ്ട് ഒരു വ്യക്തി. ഇതൊരു പാഠമായെങ്കിലും എടുക്കണം. യുവതലമുറയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് തിരിച്ചറിയാനുള്ള അവസരമായി കാണണം. അതിനുള്ള തിരുത്തലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെയും എക്സൈസിന്റെയും ഭാഗത്തു നിന്നൊക്കെ അതിശക്തമായ നടപടി ഉണ്ടാകേണ്ട ഒരു സമയമായി കൂടി ഇതിനെ കാണണം. ആര്യ, തീർച്ചയായും. വി വിനോദാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന്. ഡാൻ, ഈ വിഷയത്തിൽ ഇനി പ്രാഥമികമായും എന്തുകൊണ്ട് ഇത്തരം വലിയ ക്രൂരകൃത്യം താൻ ചെയ്തു എന്ന് പറയേണ്ടത് അഫാൻ തന്നെയാണ്. അഫാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണുള്ളത്. വിഷം കഴിച്ച് അവിടെ ചികിത്സയിലാണ്. അവിടെ പ്രത്യേക സെല്ലിലേക്ക്, പോലീസിന്റെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അഫാനിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നത് പോലീസിനെ സംബന്ധിച്ച് എത്രത്തോളം വലിയ വെല്ലുവിളിയാണ്? അഫാനെ കൂടുതലായി വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് ഏത് ഘട്ടത്തിൽ കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്? എങ്ങനെയുണ്ട് നിലവിലെ അഫാന്റെ ആരോഗ്യനില? ആര്യ, ഇന്നലെ വൈകുന്നേരം 6:20 ഈ ക്രൂരമായ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം അഫാൻ യാതൊരു കൂസലുമില്ലാതെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി താൻ 6 പേരെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നത്. 3 പേരുടെ മരണം താൻ ഉറപ്പാക്കിയിട്ടുണ്ട്. 3 സ്ഥലങ്ങളിലായിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് എന്നൊക്കെ പോലീസിനോട് വിശദീകരിച്ചത്. ആദ്യം വിശ്വസിക്കാൻ നന്നേ പാടുപെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് ഇന്ന സ്ഥലങ്ങളെന്നു കൂടി ഇയാൾ പറഞ്ഞതോടെയാണ് ആദ്യം ഈ പേരമലയിലെ ഇയാളുടെ തന്നെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ 2 പേരുടെ മൃതദേഹം, ഒരാൾ ജീവനുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ കഴിയാത്ത തരത്തിൽ ഈ ഉമ്മയുടെ ശരീരം അത് അവിടെ കാണുകയാണ്. പെട്ടെന്ന് തന്നെ ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി പോലീസ് സംഘം എത്തുന്നു. അങ്ങനെ 3 സ്ഥലങ്ങളിലും ഈ 5 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്നു. അതിനുശേഷമാണ് ഈ പ്രതിയെ അവിടെ നിന്ന് എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസിനോട് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പക്ഷേ ആദ്യം താൻ കുഴിമന്തിയിൽ എലിവിഷം ചേർത്ത് കഴിച്ചുവെന്ന് പോലീസിനോട് പറഞ്ഞ പ്രതി പിന്നീട് ഈ ശീതള പാനീയത്തിലാണ് താൻ വിഷം കലർത്തിയതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യം നൽകിയ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായ മൊഴി പിന്നീട് നൽകിയതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ആശയക്കുഴപ്പത്തിലായി. അതോടൊപ്പം അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന തരത്തിലായിരുന്നു പിന്നീടുള്ള അഫാന്റെ പെരുമാറ്റം. അവിടെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ ഇന്നലെ പോലീസിന് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മാനസികാരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ സംഘം വിശദമായി ഇയാളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ലഹരിക്ക് അടിമയായ ഒരാൾ നടത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് പോലീസുമായി അവർ പങ്കുവച്ചു. അവിടെ വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ സമയം അത് എത്ര കണ്ട് നടപ്പിലാക്കാൻ കഴിയും, ആ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ കഴിയുമെന്നൊരു സന്ദേഹം പോലീസിനുമുണ്ട്. പക്ഷേ അവിടെ ഇയാളുടെ മാനസിക നില സ്റ്റേബിൾ ആകുന്നതിനനുസരിച്ച് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. മാത്രവുമല്ല, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ, അതായത് ഈ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് ഈ 23-കാരൻ പറയുമ്പോഴും അത് പൂർണ്ണമായി പോലീസ് ഇപ്പോഴും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയൊരു പരാമർശമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മുൻവൈരാഗ്യം എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് പിന്നിലുണ്ടോ എന്നറിയാനുള്ള അന്വേഷണമടക്കമാണ് പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇയാളുടെ പെൺസുഹൃത്തായിരുന്ന 23-കാരന്റെ പെൺസുഹൃത്തായിരുന്ന ഫർസാനയുടെ മൃതദേഹം മുക്കുന്നൂരിലെ വസതിയിലേക്ക് എത്തിക്കും. അവിടെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ ഈ ഇഫാന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ ലത്തീഫിന്റെയും ഭാര്യ ഷാഹിദയുടെയും മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം വൈകാതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 3-3:30 എല്ലാവരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം അവർ ഉൾപ്പെട്ടു നിന്നിരുന്ന ഖബറുകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ പള്ളികളിലെ ജുമാ നമസ്കാരത്തിന് ശേഷമായിരിക്കും ഖബറടക്കം നടക്കുക. എന്തായാലും ആരോഗ്യനില വീണ്ടെടുക്കുന്നതനുസരിച്ച് മാത്രമേ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഈ പോലീസിന് കടക്കാൻ കഴിയുകയുള്ളൂ. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവരായിരിക്കും
ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുക. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ദക്ഷിണ മേഖല IG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും. ഇപ്പോഴും ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും തനിക്ക് ആവശ്യപ്പെട്ട പണവും സ്വർണവും നൽകാതിരുന്നതിനാലാണ് ഈ വല്യമ്മയെ അടക്കം കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മാനസിക നിലയിലേക്ക് എത്തിയത് എന്ന് ലഹരിയും സാമ്പത്തികവും അത് ഒരേ ലൈനിൽ കണക്ട് ചെയ്യുകയാണ് പോലീസ് ഈ ഘട്ടത്തിൽ എന്ന് വേണം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ. സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിൽ നേരിട്ടിരുന്നു എന്ന് അഫാൻ പറയുമ്പോൾ അച്ഛനുമായി സംസാരിച്ചപ്പോൾ പ്രാഥമികമായി തന്നെ അദ്ദേഹം പറഞ്ഞത് തനിക്ക് സാമ്പത്തിക പരാധീനതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ കുടുംബത്തെയോ മക്കളെയോ അറിയിച്ചിരുന്നില്ല. തൻ്റെ കടവോ ബാധ്യതയോ ഒന്നും ഒരു തരത്തിലും മക്കളെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ അഫാൻ അതിൻ്റെ പേരിൽ ഇത്തരത്തിൽ വലിയൊരു ക്രൂരകൃത്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇപ്പോൾ പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിൽ മൽപ്പിടുത്തം നടന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അവിടുത്തെ അലമാരി കുത്തി തുറന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. 95 വയസ്സുകാരിയായ അഫാന്റെ അച്ഛന്റെ അമ്മയെ ഈ കൊലപാതകം ചെയ്തത്, അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മാല നൽകാതിരുന്നതിനെ തുടർന്നാണ്. അതിനു മുമ്പ് അവരുടെ കമ്മൽ വാങ്ങിപ്പോയ ആളാണ് അഫാൻ. അപ്പോൾ അഫാന് വ്യക്തിപരമായ പണം ആവശ്യമുണ്ടായിരുന്നു. അത് ഒരു പക്ഷേ ഇത്തരത്തിൽ നിരന്തരമായ ലഹരി ഉപയോഗത്തിന് വേണ്ടി ആയിരിക്കാം, അതിന് പണം ലഭിക്കാതെ വന്നതോടെയാകാം ഇത്തരത്തിൽ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്യാൻ അഫാനെ പ്രേരിപ്പിച്ചത് എന്ന ഒരു പ്രാഥമിക നിഗമനമാണോ പോലീസിന് മുന്നിലുള്ളത്? ആ കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ കൊലപാതകം നടക്കുന്ന സമയത്ത്, ഈ നാടിനെ നടുക്കിയ ക്രൂരമായ കൊലപാതക പരമ്പര നടക്കുന്ന സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇയാൾ തുടർച്ചയായി ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടാണോ? ഇങ്ങനെ അതിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായത്? അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണോ ഈ വല്യമ്മയുടെ ഭാഗത്തു നിന്നും പിതാവിന്റെ ജ്യേഷ്ഠനോടുമൊക്കെ പണം ആവശ്യപ്പെട്ടത്? ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതോടൊപ്പം ഒരു 4 പവന്റെ മാല ഈ വല്യമ്മയുടെ കൈവശം ഉണ്ടായിരുന്നത്, അതായത് ആഴ്ചകൾക്ക് മുമ്പ് ഈ മാല ചോദിച്ചിരുന്നു. അവർ മാല ഊരി നൽകുന്നില്ല, അത് മകൾക്കുള്ളതാണ് എന്ന് പറയുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം അവിടെ എത്തിയപ്പോൾ വല്യമ്മയുടെ കഴുത്തിൽ ഈ മാല കാണുന്നില്ല. അപ്പോൾ ആ മാല ഈ ലത്തീഫിന് കൈമാറിയിട്ടുണ്ടോ എന്നൊരു സംശയം പ്രതിക്ക് വന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതാണ് ഈ വൈരാഗ്യം കൂട്ടാൻ കാരണം. അങ്ങനെ വെറും മിനിറ്റുകൾക്കുള്ളിൽ ഈ പാങ്ങോടുള്ള വല്യമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരാൾ പോലും അറിയാതെ പുറത്തേക്കിറങ്ങി അവിടെ നിന്ന് വാഹനമോടിച്ച് ഈ പിതാവിന്റെ ജ്യേഷ്ഠന്റെ ലത്തീഫിന്റെ വീട്ടിലേക്ക് എത്തി. അവിടെയും മൽപ്പിടുത്തത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തി 2 പേരെയും നിഷ്ഠൂരമായി കൊല ചെയ്തതിനു ശേഷം സ്വന്തം വീട്ടിലേക്ക്, പെരുമലയിലെ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഉപായത്തിൽ സഹോദരനെ കുഴിമന്തി വാങ്ങാനായി വിളിച്ചുവിടുന്നു. ആ സമയത്ത് കാമുകിയെ വീടിനുള്ളിൽ വെച്ച് അതിക്രൂരമായി കൊല ചെയ്യുന്നു. ആദ്യം തന്നെ ആക്രമിച്ച് അബോധാവസ്ഥയിലാക്കിയ മാതാവ്, അവർ ഈ ഉമ്മ ഈ മുറിയിലെ, അതായത് വാ മൂടിക്കെട്ടിയ നിലയിൽ ഒന്നും അനങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ മുറിക്കുള്ളിൽ അടച്ചിട്ട നിലയിലായിരുന്നു അവരെ ഈ വീടിനുള്ളിലേക്ക് ഓടിക്കയറിയ നാട്ടുകാർ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം കണ്ടെത്തുന്നത്. അതുപോലെ തന്നെയാണ് തിരികെ എത്തിയ അനിയനെ, ഈ കുഴിമന്തി വാങ്ങി വീട്ടിലേക്ക് തിരികെ എത്തിയ അനിയനെ വീടിനുള്ളിലേക്ക് വിളിച്ച് കയറ്റിയതിന് ശേഷമാണ് തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ച് അതിക്രൂരമായി കൊല ചെയ്തത്. ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കുന്നതിന് സാക്ഷ്യം വഹിച്ച ആംബുലൻസ് ഡ്രൈവർ രാവിലെ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയൊരു കാഴ്ച വെടിയുണ്ട തുളച്ചു കയറിയതാണെന്നാണ് കരുതിയത്. അത്രയും ക്രൂരമായിരുന്നു ആ കാഴ്ച. മുഖം വികൃതമാക്കി കളഞ്ഞു കാമുകിയുടെയും അനിയന്റേതുമെന്നാണ്. കാരണം തലയിൽ മാത്രമാണ് പരിക്കുകളുള്ളത് എല്ലാവർക്കും. അതിൽ തന്നെ ഈ ഉമ്മയുടെ തലയോട്ടി പിളരുന്ന തരത്തിലാണ് ഇയാൾ ആക്രമിച്ചത്. അതോടൊപ്പം തന്നെ ഈ സഹോദരന്റെ ഒരു കണ്ണ് മാത്രമായിരുന്നു മുഖത്ത് കാണാൻ കഴിയുന്ന നിലയിൽ ഉണ്ടായിരുന്നത്. അത്രയും നിഷ്ഠൂരമായ തലത്തിൽ സ്വന്തം സഹോദരനെ, സ്വന്തം കൂടപ്പിറപ്പിനെ കൊലപ്പെടുത്താൻ എങ്ങനെ 23 വയസ്സ് മാത്രം പ്രായമുള്ള, മുൻപ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഒന്നുമില്ലാത്ത നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്ന അഫ്സാന് കഴിഞ്ഞുവെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കേരള പോലീസ്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. എന്തായാലും 23-കാരനായ അഫാന്റെ ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ ലഹരിക്ക് കൃത്യമായ ഒരു പങ്കുണ്ട് എന്ന് പ്രാഥമികമായി തന്നെ പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ പ്രതി അഫാന്റെ ലഹരി ഉപയോഗം തെളിഞ്ഞതായി റൂറൽ SP നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അല്ലാതെ നമ്മൾ തെളിവ് എടുത്താലേ നമുക്ക് പറയാൻ പറ്റൂ. അതും ആ ആംഗിളിലും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കേസുകളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, നിലവിൽ അറിവായിട്ടില്ല.
അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നു. ഈ ആക്രമണത്തിന് കാരണമായിട്ട് എന്താണ് പ്രാഥമികമായിട്ട് ലത്തീഫിനെ ആക്രമിച്ചതിന്റെ കാരണം? അത് പല കാരണമുണ്ട്. നമ്മൾ അത് ഇപ്പം ഈ അവസരത്തിൽ അത് പറയുന്നത് ശരിയല്ല. പല കാരണങ്ങളുമുണ്ട്. റൂറൽ എസ് പി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലേക്കൊക്കെ പോലീസ് അന്വേഷിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ലഹരിക്കൊപ്പം തന്നെ കണക്ട് ചെയ്യുന്ന മറ്റൊന്നാണ് സാമ്പത്തികം. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ വീട്ടിൽ മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണമുണ്ടെന്ന് നെടുമങ്ങാട് ഡിവൈഎസ്പി അരുൺ കേസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അലമാര കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഡിവൈഎസ്പി പറഞ്ഞു. ബന്ധിപ്പിക്കാൻ പറ്റിയ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ പറയാം. ഇവിടുത്തെ സ്വർണം എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ട് ഈ മൃതശരീരത്തിൽ നിന്ന്? ബന്ധുക്കളോട് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ബന്ധുക്കളോട് എന്തൊക്കെ ഉണ്ടായിരുന്നു. ഈ ഏത് സമയത്താണ് ഈ പ്രതി ഇവിടെ എത്തിയതെന്നൊരു നിഗമനത്തില്? എന്തായാലും 1 മണിക്ക് ശേഷമാണ്. 1 മണിക്ക് ശേഷം പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും നഷ്ടമായിട്ട് മനസ്സിലായില്ല. ഇതുവരെ കാണുന്നില്ല. എന്തെങ്കിലും ഈ അലമാര കുത്തിപ്പൊളിക്കുക അങ്ങനെ എന്തെങ്കിലും ശ്രമം നടന്നിട്ടുണ്ട്? ഒരു സ്വർണം എന്തെങ്കിലും കൈക്കലാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്? ഇവിടുത്തെ സ്ത്രീ ധരിച്ചിരുന്നൊന്നും പോയിട്ട് ഈ ശരീരത്തിൽ ഈ ചുറ്റി കൊണ്ട് അടിച്ച പാടാണോ ഉള്ളത്? മറ്റെന്തെങ്കിലും മൽപ്പിടുത്തം എന്തെങ്കിലും നടന്നിട്ടുള്ളതായിട്ട് ലക്ഷണമുണ്ട്. ഡാൻ കുര്യൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാൻ, ഈ ലഹരിയിലേക്കും അത് വാങ്ങാനുള്ള സാമ്പത്തികം കണ്ടെത്തുന്നതിലേക്കും ഒക്കെ ആകാം, അതിനൊക്കെ വേണ്ടിയാകാം ഈ കൊലപാതകങ്ങൾ നടത്തിയത്, അല്ലെങ്കിൽ അതിനുവേണ്ടി പണം നൽകാതിരുന്നപ്പോൾ ആ വൈരാഗ്യത്തിലാകാം ഈ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ അഫാൻ ശ്രമിച്ചത് എന്ന് പറയുമ്പോഴും എന്തിനാകാം താൻ പ്രണയിച്ചിരുന്ന പെൺകുട്ടിയെ ആ അവസാന നിമിഷം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഒരു വലിയ സംശയമായി നിലനിൽക്കുകയല്ലേ? സാധാരണക്കാരനായ ഏതൊരു മലയാളിയും ചോദിക്കുന്നതാണ്. ആ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് ഇത്തരത്തിൽ നിഷ്ഠൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത് എന്തിനാകാം? ആ പെൺകുട്ടിയോട് ഇത്തരത്തിലൊരു പകയും വൈരാഗ്യവും അഫാന് തോന്നിയത് എന്തുകൊണ്ടാകാം എന്നുള്ളതാണ്. ആര്യ, അങ്ങനെയൊരു ക്രൂരതയിലേക്ക് കടന്നതിന്റെ കാരണം തന്നെയാണ് പോലീസ് തേടുന്നത്. വിശ്വസിച്ച കാമുകനൊപ്പം യാതൊരു പരിഭവങ്ങളുമില്ലാതെ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് ട്യൂഷന് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയ മുക്കുന്നൂരിലെത്തിയ പെൺകുട്ടിയാണ് പിന്നീട് ബൈക്കിൽ ഈ അഫാനൊപ്പം ഇവിടേക്ക്, അതായത് പേരമലയിലെ ഇയാളുടെ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിൽ കാമുകിയെ വിളിച്ചു വരുത്തി അകത്ത് കയറിയതിനു ശേഷം പുറത്തേക്ക് എത്തുന്നു. പുറത്തെത്തി സഹോദരന് വേണ്ടി കാത്തു നിൽക്കുന്നു. കാത്തുനിന്ന സഹോദരൻ സ്കൂൾ വിട്ട് വന്ന് ഇയാളെ ഉപായത്തിൽ ഭക്ഷണ സാധനം വാങ്ങാനായി പുറത്തേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് വീടിനുള്ളിൽ കടന്ന് അതിക്രൂരമായി ഈ 22 വയസ്സ് മാത്രം പ്രായമുള്ള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ ഈ 22-കാരിയായ ഫർസാനയെ അതിക്രൂരമായി തലക്കടിച്ച് മുഖത്ത് ഈ ചുറ്റിക കൊണ്ട് ക്ഷതമേൽപ്പിച്ചും കൊലപ്പെടുത്തിയത്. പ്രതി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയത് താൻ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തതിന് ശേഷം തനിക്കൊരിക്കലും പിന്നീട് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുകയില്ല, താനും ജീവൻ അവസാനിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അങ്ങനെയാകുമ്പോൾ താൻ സ്നേഹിച്ച പെണ്ണ് അവൾ ഒറ്റയ്ക്കായി പോകും, അതുണ്ടാകാതിരിക്കാനാണ് അവളെ കൂടി വകവരുത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. ഇതിനപ്പുറത്തേക്ക് ഈ പ്രണയബന്ധത്തെ ഈ അഫ്സാന്റെ കുടുംബാംഗങ്ങളിൽ ചിലർ എതിർത്തിരുന്നതായും ഇതിലുള്ള മുൻവൈരാഗ്യവും ഈ കൊലപാതകത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായി സ്ഥിരീകരിക്കാനായിട്ടില്ല. അതായത് സാമ്പത്തിക കാരണങ്ങൾ തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന പ്രതി തന്നെ പോലീസിനോട് പറയുമ്പോൾ പിന്നെ എന്തിനാണ് താൻ ജീവന തുല്യം പ്രണയിച്ചിരുന്ന ഈ 22-കാരിയായ ഫർസാനയെ കൊലപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ പോലീസിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവിടെ വിശദമായ അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ബന്ധുക്കൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഫർസാന. അല്പസമയത്തിനകം ഇന്നലെ വൈകുന്നേരം ഇതേ സമയത്ത് ട്യൂഷന് പോവുകയാണ് എന്ന് പറഞ്ഞ് മുക്കുന്നൂരിന് അടുത്തുള്ള വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ ഫർസാനയുടെ ജീവനറ്റ ശരീരം ഏതാനും മിനിറ്റുകൾക്കകം അവരുടെ വീട്ടിലേക്ക് എത്തിക്കും. ആ നടക്കുന്ന കാഴ്ച ഉള്ളിൽ എങ്ങനെ താങ്ങുമെന്നറിയാതെ വേദനിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും. തീർച്ചയായും ഡാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഉത്തരം കിട്ടാനുള്ള നിരവധി ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ആ ചോദ്യങ്ങൾക്ക് പിന്നാലെയാണ് അന്വേഷണ സംഘവും ഇപ്പോൾ ഉള്ളത്. നമുക്ക് വിശദമായി തന്നെ ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിന് പിന്നാലെയാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഉത്തരം കിട്ടേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സമൂഹവും പോലീസും ഒക്കെ അന്വേഷിക്കുന്നത് അതുതന്നെയാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് അരുൺ മോഹൻ കൂടി നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, അഫാനാണ് വ്യക്തമായ ഉത്തരങ്ങൾ ഈ വിഷയത്തിൽ നൽകേണ്ടത്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഉള്ളത്. മാനസികാരോഗ്യ വിദഗ്ധരുടെ അടക്കം മേൽനോട്ടത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. പക്ഷെ അതിനുള്ള ആരോഗ്യനിലയിലാണോ അഫാൻ എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കൃത്യമായ വിശദമായ ചോദ്യം ചെയ്യലിലേക്കടക്കം പോലീസ് കടക്കുകയും ചെയ്യും. അതോടൊപ്പം ഈ വിഷയത്തിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിലും അഫാനുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായകമായ വിവരങ്ങൾ നൽകാൻ സാധിക്കുന്ന ഒരാൾ അഫാന്റെ ഉമ്മ തന്നെയാണ്. ഉമ്മയും ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് അവിടെ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക പ്രയാസമാണ് ഈ ഘട്ടത്തിൽ. പോലീസ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഫാനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലാണ്, ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നുണ്ടോ? അഫാന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്? ആര്യ, ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് അഫാന്റെ ആരോഗ്യ നില എന്താണെന്ന് പരിശോധിക്കുന്നതിലേക്ക് പ്രത്യേക ഒരു മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് വിഷയങ്ങൾ എന്താണെന്ന് കണ്ടറിയാൻ പ്രത്യേക പോലീസ് സംഘവും, അങ്ങനെ 2 സംഘങ്ങൾ അഫാന്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ ഒരു കൃത്യം, ഈ ക്രൂരകൃത്യം ചെയ്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ അഫാൻ പറഞ്ഞതിന്റെ അനുസരിച്ച് താൻ വിഷം കഴിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രാധാന്യം, അയാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള പ്രാധാന്യം ഉള്ളതുകൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ ഈ പറയുന്ന എലിവിഷമാണ് കഴിച്ചതെന്നുള്ളത് തുടർന്ന് എലിവിഷത്തിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്ക് അറിയാം. അത് ആ പ്രശ്നങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നതിനും അതിലൊരു നിരീക്ഷണത്തിന്റെ ഭാഗമായാണ് അയാൾ ഇപ്പോഴും ചികിത്സയിൽ തുടർന്നത്. നമുക്ക് ഇപ്പോഴും അയാൾ ചികിത്സയിലാണ്. ഒപ്പം ഈ സമയത്ത് തന്നെ ഇയാളുടെ ചില മൊഴികൾ ഉണ്ടായ വ്യത്യാസങ്ങൾ, ഇയാൾ നൽകുന്ന ചുറ്റിക വാങ്ങിയ സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന വിഷം കഴിച്ച രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങൾ വന്നതിനെ തുടർന്നും ഇദ്ദേഹത്തിന്റെ മാനസിക നില പരിശോധിക്കാൻ വേണ്ടി ആരോഗ്യ വിദഗ്ധരുടെ ഉൾപ്പെടെ പരിശോധന ഇയാളെ വിധേയനാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ് ആരോഗ്യ പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയ, പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റിയ ആശുപത്രിയിലേക്ക് പ്രത്യേക നിരീക്ഷണ സ്ഥലത്ത് ഇപ്പോഴും പോലീസ് നിരീക്ഷണത്തിലിരിക്കുന്നു. ഒപ്പം ഇതിന്റെ ഭാഗമായി തന്നെ ചോദ്യങ്ങൾ കഴിയുന്ന രീതിയിൽ അയാളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്ന രീതിയിൽ അനുസരിച്ച് ചോദ്യം ചെയ്യലും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആര്യ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒപ്പം ഇവിടെ ഈ പറയുന്ന ഇയാളുടെ സഹോദരൻ അഫ്സാന്റെ ഒഴികെയുള്ള എല്ലാവരുടെയും മൃതദേഹം ഇതിനോടകം ബന്ധുക്കൾ ഏറ്റുവാങ്ങി എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. വളരെ വേദനയോടുകൂടിയായിരുന്നു ഈ പറയുന്ന ബന്ധുക്കൾ, ഒരു കുടുംബത്തിലെ പലരും എത്തി വേദനയോടുകൂടി നിറകണ്ണുകളോട് ഏറ്റുവാങ്ങിക്കൊണ്ടുവന്ന കാഴ്ചയെ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. ഇനി ഇയാളുടെ ഈ അഫാന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് കൊണ്ടു നടന്ന, അല്ലെങ്കിൽ മകനെ പോലെ കൊണ്ടു നടന്ന അഫ്സാന്റെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ ചേതനയിട്ട് കിടക്കുന്നത്. അതും ഏതാനും നിമിഷങ്ങൾക്കകം വിട്ടു നൽകിയാൽ പൂർണ്ണമായും എല്ലാവരുടെയും മൃതദേഹങ്ങൾ വിട്ടു നൽകും. നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ചിറയൻകീഴുള്ള കാട്ടുമുറയ്ക്കൽ ജുമാ മസ്ജിദിലായിരിക്കും ഈ പറയുന്ന അഫാന്റെ സുഹൃത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവരുടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങിപ്പോയി. മറ്റ് ഈ പറയുന്ന അഫ്സാന്റെ ഉൾപ്പെടെയുള്ള സാൽമ ബീവി, ലത്തീഫിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഈ പറയുന്ന പാങ്ങോട് ജമാ മസ്ജിദിൽ നടക്കും. അതിനുള്ള ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായി വരുന്നു. എന്തായാലും വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഒപ്പം സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയാകുമ്പോഴും നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ്, എങ്ങനെയാണ്, എന്തായിരുന്നു ഇതിന് പിന്നിൽ എന്നുള്ള നിരവധി ഉത്തരങ്ങൾ ഇനി കിട്ടാനുണ്ട്. ആ ഉത്തരങ്ങൾക്ക് പിന്നാലെയായിരിക്കും. ഈ ഉത്തരങ്ങൾ പറയേണ്ടത് തീർച്ചയായും ഈ പ്രതി തന്നെയാണ്. പ്രതിയുടെ ആരോഗ്യനില വീണ്ടെടുത്താൽ ഉടൻ തന്നെ അയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. ഇതിന് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പം സജ്ജമാണ്. പക്ഷെ ആരോഗ്യനിലയ്ക്ക് പ്രാധാന്യം നൽകുന്നു, അദ്ദേഹത്തിന്റെ അവസ്ഥ പ്രാധാന്യം നൽകുന്നു. ഡോക്ടർ സംഘം ഇയാളെ ചോദ്യം ചെയ്യാൻ പ്രാപ്തനാണ് എന്ന് പറയുന്ന മുറയ്ക്ക് തീർച്ചയായും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങുമെന്ന് തന്നെയാണ് ആര്യ നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ആര്യ. യെസ്, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൊല്ലപ്പെട്ട 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി 5 പേരുടെയും സംസ്കാര ചടങ്ങുകളും നടക്കും.
അഫാൻ മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായി ഒരു ബന്ധു വെളിപ്പെടുത്തുകയാണ്. സഹോദരനോടാണ് കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടമെന്ന കാരണത്താൽ എലിവിഷം കഴിച്ചിരുന്നു. ലഹരി ഉപയോഗിക്കാൻ അഫാൻ ബന്ധുക്കളോട് പണം ചോദിക്കാറുണ്ടായിരുന്നുവെന്നും കിട്ടാത്തപ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുമായിരുന്നുവെന്നും ഈ ബന്ധു പറയുന്നു. വീട്ടിൽ കൊണ്ടുവന്ന പെൺകുട്ടിയെ തിരികെ കൊണ്ടുപോകാൻ പറഞ്ഞതും കൊലപാതകത്തിന് കാരണമാകാമെന്നും ഈ ബന്ധു ഷിജു അബൂബക്കർ ചൂണ്ടിക്കാട്ടുന്നു. ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല അത്യാവശ്യം ഇതാണ്. പിന്നെ കുറച്ച് നാളായിട്ട് അവന് കുറച്ച് ആഡംബര ജീവിതം, പൈസ ചോദിക്കുന്നു, എല്ലായിടത്തും പൈസ ചോദിക്കും. ഇപ്പം എൻ്റെ വൈഫിൻ്റെ ബന്ധുവാണ്. കുടുംബത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലായിടത്തും പൈസ ചോദിക്കും. പൈസ ചോദിച്ച് കൊടുത്തില്ലെങ്കിൽ അവന് ദേഷ്യമാണ്. ഈ വൈരാഗ്യമാണ് ഇവരെല്ലായിടത്തും വെച്ചുകൊണ്ടത്. അപ്പോൾ ഇവനെ ചിലവിന് കൊടുക്കാൻ ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ ഒരു പെൺകുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു. 3-4 ദിവസമുള്ള ഒരു പെൺകുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവർ എല്ലാവരും എതിർത്തു. ഈ കൊച്ചച്ഛനെന്ന് പറയുന്നത്, കൊച്ചച്ഛനെയാണ് അവൻ ഉപദ്രവിച്ചിരിക്കുന്നത്. വലിയച്ഛനെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഇതിനെ എതിർത്തതാണ്, കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഉപദേശിക്കുക ചെയ്യുമായിരുന്നു. ഉപദേശിക്കുന്ന രൂപേണ അവൻ ഇതെല്ലാം വൈരാഗ്യമായിട്ട് കൊണ്ടിട്ടിരുന്നു. അവൻ ഡ്രഗ്സിൻ്റെ അടിമയാണ്. ആദ്യമൊക്കെ എല്ലാവരും പൈസയൊക്കെ ഉള്ളപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കും. അതിനിപ്പോൾ കൊടുക്കാതായപ്പോൾ എല്ലാവരോടും വാശി കയറി. അപ്പോൾ ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടാക്കാൻ വീട്ടുകാർ പറഞ്ഞു തോന്നി. അപ്പോൾ അതിൻ്റെയൊക്കെ വാശിയാണ് ഈ കുട്ടി വിളിച്ചുകൊണ്ട് വന്ന കുട്ടിയെ തിരിച്ചു കൊണ്ടാക്കാനായിട്ടുള്ള ഇതും. അതായിരിക്കും ആ കുട്ടിയെ കൊന്നത്. അവരുടെ ഒന്നും പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് വാപ്പയാണ് ആ കടമൊക്കെ തീർത്തിട്ടുള്ളത്. ഈ കുട്ടിയുടെ നിന്നൊക്കെ പൈസ വാങ്ങിച്ചാൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. പല കടങ്ങളും അദ്ദേഹം പൈസ ഉണ്ടായിരുന്നപ്പം കടമൊക്കെ തീർത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ പുള്ളിക്ക് പോലും ഗൾഫിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്, കടം. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ആരും പുള്ളിക്ക് വീട്ടിൽ നിന്ന് പൈസയൊന്നും കിട്ടത്തില്ല. ആൺകുട്ടികളല്ലേ, അപ്പം അല്ലെങ്കിൽ ബഹളം വയ്ക്കും, അപ്പം എന്തെങ്കിലും കൊടുക്കും. ഈ മക്കൾ ഈ സിനിമയും ഇതുമൊക്കെ കണ്ടിട്ടല്ലേ വരുന്നത്. സഹോദരനുമായിട്ട് അവൻ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് കുഞ്ഞിലെ അവൻ എലിവിഷം അടിച്ചിട്ടുണ്ട്. ആർക്കും അവൻ ഇഷ്ടമല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവനുണ്ടായിരുന്നു. എല്ലാവർക്കും അനിയനെയാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്ന് കേൾക്കണം. അവൻ വിഷം കഴിച്ചിട്ടുണ്ട്. അന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്താണ് അവനെ കൊണ്ടുവന്നത്. ഇത്തരത്തിൽ മുൻപും മാനസിക അസ്വാസ്ഥ്യങ്ങൾ പല തരത്തിൽ അഫാൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബന്ധു പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിലൊക്കെ കൂടുതൽ അന്വേഷണവും സ്ഥിരീകരണവും ഒക്കെ വരണം. ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ അഫാനെയും കുടുംബത്തെക്കുറിച്ചുമൊക്കെ പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ നമുക്കൊപ്പം അഭിലാഷ് എസ് കൂടി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 മണിക്കൂറിൽ നടത്തിയ 5 പേരാണ് കൊല്ലപ്പെട്ടതെങ്കിലും 6 കൊലപാതക ശ്രമങ്ങൾ, അതും 3 സ്ഥലങ്ങളിലായിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. 6 കൊലപാതകങ്ങളും നടത്തിയത് എന്നുള്ളതാണ്. എങ്ങനെയാണ് പോലീസിന്റെ ഒരു അന്വേഷണം ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്? പോലീസ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ചോദ്യം ചെയ്യലിനോട് അഫാൻ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം. ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറഞ്ഞിരുന്നു. കൃത്യമായി കൊലപാതകം ചെയ്ത രീതികൾ, ഏത് ആയുധം ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൃത്യമായി പറയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. മാത്രമല്ല ഈ പ്രതി ഇത്തരത്തിൽ ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം പോലീസിന് വ്യക്തമായി തന്നെയുണ്ട്. ഇത് സംബന്ധിച്ചുള്ള രക്ത സാമ്പിളുകളുടെ പരിശോധനാ ഫലവും പോലീസ് നിർണായകമായി തന്നെ കാണുന്നുണ്ട്. എന്തായാലും കേന്ദ്രീകരിച്ച് നടത്തിയ ചോദ്യം ചെയ്യൽ, പ്രതിയോട് ചോദിച്ചപ്പോൾ കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക വെഞ്ഞാറമൂടിലുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വെഞ്ഞാറമൂടിൽ നിന്നും ഈ പ്രതിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ഷോപ്പ് തന്നെയാണ് പ്രതി കൃത്യമായി പറഞ്ഞത്. എന്നാൽ ഈ ഹാർഡ്വെയർ ഉടമ ഈ പ്രതിയെ കണ്ടതായി ഓർക്കുന്നില്ല എന്നുള്ള വിവരമാണ് നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരും ഈ പ്രതി അവിടെ ചെന്നിട്ടില്ല എന്നുള്ള വിവരമാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല ഈ മുത്തശ്ശിയുടെ പക്കൽ നിന്നും എടുത്ത ഒരു കമ്മൽ, അത് വെഞ്ഞാറമൂടിലെ ഒരു ഫിനാൻസിലാണ് പണയം വെച്ചിരുന്നു പറഞ്ഞു. അവിടെയും പോലീസ് അവരെ അന്വേഷിച്ചു. ആ സമയം അവരും ഇത് നിഷേധിക്കുകയുണ്ടായത്. എന്നാൽ ഈ അഫാൻ അവിടെ നേരത്തെ സ്ഥിരം കസ്റ്റമറായിരുന്നു. അവിടെ നേരത്തെ പണമിടപാടുകൾ നടത്തിയിരുന്നു. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ദിവസമൊന്നും ഈ പ്രതി അവിടെ ചെന്നതായി ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ചെന്നിട്ടില്ല എന്നുള്ള വിവരമാണ് ഈ ഫിനാൻസ് സ്ഥാപനങ്ങളും പറയുന്നത്. എന്തായാലും പോലീസ് ഈ പരിശോധനാ ഫലങ്ങളും ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ പൂർത്തിയായതിനു ശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ ഈ ക്രൂരമായി കൊലപാതകം ചെയ്യുന്നതിനുള്ള കാരണം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള നിലപാടിലാണ് പോലീസ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് ഡ്രൈവറുടെ ഒരു വെളിപ്പെടുത്തൽ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരുപക്ഷെ കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടാകും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നുള്ളതാണ്.
വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആംബുലൻസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായത്. വെടിയേറ്റതാണെന്നാണ് ആദ്യം കരുതിയത്. ഉമ്മയുടെ തലയൊട്ടി തകർന്ന നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും ആംബുലൻസ് ഡ്രൈവർ ഷഫീർ ന്യൂസ് 18നോട് പറഞ്ഞു. കേൾക്കാം. വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് കേരളം. ഈ അതിക്രൂരമായ കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിൽ നിന്ന്, അഫാന്റെ വീട്ടിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന സമയത്ത് അവിടേക്ക് ആദ്യമെത്തിയ ആംബുലൻസ് ഡ്രൈവർ എന്നോടൊപ്പം ചേർന്നത്. എന്താണ് താങ്കളുടെ പേര്? സഫീർ. സഫീറിനെ ആരാണ് ഈ സംഭവം വിളിച്ചത്? എന്റെ കൂട്ടുകാരനാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും വിഷം കുടിച്ച് ഇവിടെ കിടക്കുന്ന അങ്ങനെ പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നമ്മൾ ഓണറിന്റെ വീട് എവിടെയാണ്, അപ്പോൾ ഓണറിന്റെ അടുത്ത് ഒന്നും കൂടി ചെന്ന് നോക്കാൻ പറഞ്ഞ് കാര്യമുള്ളതാണോ. അപ്പോൾ ഓണർ വന്നിട്ട് നമ്മളെ പെട്ടെന്ന് വിളിച്ചിട്ട് വണ്ടി എടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഓടി വന്നപ്പോൾ നമ്മളൊരു 6-6:30-7 മണിക്കകത്ത് ആ സമയത്താണ് ഇവിടെ എത്തിയത്. വന്നപ്പോ പെട്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ പെട്ടെന്ന് ഇടന്ന് പറഞ്ഞ് സ്ട്രെച്ചറൊക്കെ എടുത്ത് കൊടുത്തുവിട്ട്. അപ്പം അകത്ത് അവന്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവനും കൂടെ അകത്ത് കയറി പോയി. അകത്ത് കയറിപ്പോ എടാ ഇങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞ് അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ വളച്ചിട്ട് അവന്റെ ഉമ്മയെ ആദ്യം കയറ്റി. ഉമ്മയുടെ ബാക്ക് തല ഇവിടെയൊക്കെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുഖത്ത്. അപ്പോൾ തന്നെ ഉമ്മ എടുത്ത് കയറ്റി. അപ്പം ഇവിടെ കൊണ്ടുപോയപ്പോൾ അവൻ്റെ നമ്മളെ ബാക്കിരുന്ന ആളിന്റെ കൈ തന്നെ അവൻ്റെ ഉമ്മ മുറുകെ പിടിച്ചിരുന്നു. കയ്യിൽ പിടിച്ചിട്ടുണ്ട്, നല്ല മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഇവിടെ നിന്ന് തന്നെ ഗോകുല ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. വെഞ്ഞാടൊക്കെ എത്തിയപ്പോൾ തന്നെ കൈയൊക്കെ പതുക്കെ അങ്ങ് എടുക്കാൻ തുടങ്ങി. ബാക്കിരുന്ന ആള് പറഞ്ഞാണ് കൈയൊക്കെ എടുക്കാൻ തുടങ്ങി. സ്പീഡിനെത്തി പെട്ടെന്ന് പോകുന്നു പറഞ്ഞു. അങ്ങനെ നേരെ ഗോകുല ആശുപത്രിയിൽ നിന്ന് കയറ്റി. അവിടെ നിന്ന് കയറ്റിയപ്പോൾ നമ്മളെ നേരെ കയറ്റിയാണ് ചെയ്തത്. ഈ മറ്റു രണ്ടുപേര് അവരെ ഏതവസ്ഥയിലാണ് ഈ വീടിനകത്ത്? എന്നിട്ട് ഞാൻ വിളിച്ചായിരുന്നു, അങ്ങ് ചെന്നിട്ട് വിളിച്ചായിരുന്നു. ബാക്കി അപ്പോൾ ആംബുലൻസ് ഒന്നും വന്നില്ല. നമ്മൾ ഇവിടെ എൻ്റെ കൂട്ടുകാരൻ തന്നെ അരുണെന്ന് പറയുന്ന അവൻ 2-3 ആംബുലൻസ് കൂടെ വിളിച്ചിട്ട് അവൻ പറഞ്ഞാടാ ബാക്കി രണ്ടുപേരും ഡെത്തായി കിടക്കുക എന്ന് പറഞ്ഞു. അല്ല, എന്താ സംഭവിച്ചതാണ്, അതായത് എങ്ങനെ സംഭവിച്ചതാണ് ഇത്? ഈ കൃത്യം എങ്ങനെയാണ് നടത്തിയെന്നുള്ള എന്തെങ്കിലും സൂചന ആദ്യം ഈ കണ്ട ആർക്കെങ്കിലും മനസ്സിലായിരുന്നു? എന്ന് പറഞ്ഞാൽ കുത്തിക്കൊല്ലപ്പെടുത്തിയതാണോ അതോ ചിറ്റിയിൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട്? കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ. മറ്റേ പയ്യന്റെ ഒരു കണ്ണില്ല, ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരിപ്പുണ്ട്. ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്ത് പോയി. രണ്ട് കണ്ണും തുറന്നിരിപ്പുണ്ടെങ്കിൽ ഒരു കണ്ണിന്റെ അകത്തൊന്നും കാണാനില്ല, മൊത്തമൊക്കെ അങ്ങ് അകത്ത് പോയി. അങ്ങനെയാണ് ഇരിക്കുന്നത്. മറ്റേ പെണ്ണിന്റെ നെറ്റിയിലും കവിളിലുമായിട്ടാണ് നല്ലൊരു കുഴിയുണ്ട്. 5 പേരെ അഫാൻ കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിലാണ് വെഞ്ഞാറമൂട് പേരുമല നിവാസികൾ. ഒരു പകൽ മുഴുവൻ സമയമെടുത്ത് നടത്തിയ ആസൂത്രിത കൊലപാതകങ്ങൾ. അതിനിടയിൽ ഈ അഫാനെയും അഫാന്റെ അനിയനെയും കൊല്ലപ്പെട്ട ഫർസാനെയും ഒക്കെ കണ്ട പ്രദേശവാസികളുണ്ട്. അവരിൽ ചിലരുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നാട്ടുകാരോടെല്ലാം നല്ല രീതിയിലാണ് അഫാൻ ഇടപെട്ടിരുന്നത് എന്നവർ പറയുന്നു. ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ടുവന്ന അനുജനെ കാത്ത് അഫാൻ വഴിയരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇരുവരും ഒരുമിച്ച് ബൈക്കിൽ കയറിപ്പോയി. തിരികെ കയ്യിൽ ഒരു കവറുമായി അനുജൻ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കണ്ടെന്നും അയൽവാസി ന്യൂസ് 18നോട് പറഞ്ഞു. കൂട്ടക്കൊലപാതകം നടന്ന വെഞ്ഞാറമൂട് പേരുമലയിലെ അഫാന്റെ വീടിനോട് ചേർന്നുള്ള ഒരു കൊച്ചു കടയിലാണ് ഞാനുള്ളത്. ഈ കടയിലാണ് അഫാന്റെ ഉമ്മയും അനിയനുമൊക്കെ സാധാരണയായി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. ഈ കടയിലെ ചേച്ചി നമ്മളോടൊപ്പം ചെയ്യുന്നത്. എന്താണ് പേര്? സുന്ദു. എത്ര നാളായിട്ട് അറിയാം ഇവരെ? നമ്മളിവിടെ വന്നിട്ട് 10 വർഷമായി. നമ്മൾ വന്ന ശേഷമാണ് അവർ വന്നത്. അപ്പോഴോട്ടെ ഞങ്ങൾ കട ഇട്ടിട്ട് 4-5 വർഷമായി. കടയുടെ ഉദ്ഘാടനത്തിന് അവരെ വിളിച്ച് വന്ന് സാധനം വാങ്ങിച്ച് അന്ന് തൊട്ടേ കടത്തിനും വാങ്ങിക്കും, പൈസ തന്നും വാങ്ങിക്കും. ഈ ഉമ്മയെ കാണാറുണ്ട്? ഉമ്മ വരും, അവൾ വന്ന് രാവിലെയൊക്കെ ഓടിക്കൊണ്ട് വരും മാവ് വാങ്ങിക്കാനും. കൊച്ചുങ്ങൾക്ക് പോകണമില്ല, പഠിക്കാൻ പോകണോണ്ട് ഓടിക്കൊണ്ട് വരും. നല്ല സ്നേഹമുള്ളവളാണ്. ഈ പയ്യൻ ഇങ്ങോട്ട് വരാറുണ്ടോ? അവനും വരും. ഇപ്പൊ ഒരു 2-3 മാസം കൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞില്ല. ഇളയ എന്നും വരും, എന്നും കൊച്ചു മോയുണ്ടല്ലോ അവൻ വരും. ഇന്നലെ 4 മണിക്ക് സ്കൂള് വിട്ടു പോണു. 4:30 ഞാൻ ഇവിടെ നിൽക്കായിരുന്നു. കൊച്ചിങ്ങനെ പോവായിരുന്നു. പോയിട്ട് അവിടെ നിൽക്കായിരുന്നു. മൂത്തയാള് ബൈക്കിൽ ഇരിക്കായിരുന്നു. എന്നിട്ട് അവൻ തന്നെ ഇവനെ കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് പോണ കണ്ട് ഇങ്ങനെ പോണ കണ്ട് തിരിച്ച് ഇളയാള് മാത്രം സ്കൂട്ടറിൽ ആട്ടയില് വരണുണ്ട്. വന്ന് ഒരു കവറും കൈയിരിക്കായിരുന്നു. ഈ കൊച്ചുമോണ്ടല്ല ആ മോൻ. അപ്പൊ ഒരു 5-5:30 മണിക്കകത്ത് അത്രയാവുള്ളൂ. അതിനപ്പുറം പോലും 5-5:30 വരും.
അപ്പൊ ഈ ചേട്ടനെ കണ്ടില്ല? പിന്നെ ഞാൻ അവനെ കണ്ടില്ല. അങ്ങോട്ട് കൊണ്ടുപോണതേ കണ്ടോളൂ, പിന്നെ മൂത്തവനെ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞത്? അത് ജീപ്പ്, പോലീസ് ജീപ്പ് വന്നല്ലേ, ഞങ്ങൾ ഇവിടെ നിൽക്കിയില്ലേ, ഒരു ജീപ്പ് നിർത്തിയിട്ട് ജീപ്പ് ശകലം ബാക്കിലോട്ട് വന്ന് ഉയരോട്ട് കയറിയപ്പം ഇവിടെ SI സാറിന്റെ വീട്ടിൽ ആരെങ്കിലും ബന്ധുക്കൾ വന്നതായിരിക്കുമെന്ന് വിചാരിച്ചു. അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം വീട്ടിൽ ഇവൻ ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂ. എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അറിഞ്ഞു, ഒരു പാവമാണ് രണ്ടുപേരും. ഇളയനെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു, കെട്ടിപ്പിടിച്ചോണ്ടൊക്കെയാണ് ഇവിടെ സാധനത്തിന് പറഞ്ഞത്. നേരത്തെയൊക്കെ ഇപ്പൊ ഒറ്റയ്ക്ക് ഇളയം വരും, എന്നാലും പള്ളിയിൽ രണ്ടുപേരും ഒരുമിച്ചൊക്കെയാണ് പോണത്, ഞാൻ കണ്ടിട്ടുണ്ട്. ബുള്ളറ്റിന്റെ പുറകെ ഇരുത്തിയൊക്കെ. ഈ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം അത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ ഇർഫാനെയും സഹോദരനെയും ഉമ്മയെയും കുറിച്ചൊക്കെ നാട്ടുകാർക്ക് പറയാനുള്ളത് നല്ല വാക്കുകൾ മാത്രമാണ്. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു ക്രൂര കൊലപാതകം ചെയ്യാൻ ഇർഫാൻ തയ്യാറായി എന്നതാണ് എല്ലാവർക്കും ഇപ്പോഴും ആശ്ചര്യമുണ്ടാക്കുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സ്വന്തം വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള പിതൃ സഹോദരന്റെ വീട്ടിലെത്തി കൊടും ക്രൂരതയാണ് പ്രതി നടത്തിയത്. ഇത്രയും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഈ പ്രതി അവിടെ എത്തി കൊലപാതകം നടത്തി എന്ന് പറയുമ്പോൾ തന്നെ അത് കേൾക്കുന്നവർക്കെല്ലാം ആശ്ചര്യം ഉളവാക്കുന്നതാണ്. കൊലപാതകം അയൽവാസികൾ അറിയുന്നത് പോലീസ് സംഘം അന്വേഷിച്ച് എത്തിയപ്പോൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്താണ് 3 ഇടങ്ങളിലായി പ്രതി അഫാൻ 5 പേരെ കൊലപ്പെടുത്തിയത്. ആദ്യം കൊലപ്പെടുത്തിയത് പിതാവിന്റെ മാതാവിനെ, അത് പാങ്ങോടായിരുന്നു സംഭവം. പിന്നീടെത്തിയത് ഇവിടെ പിതാവിന്റെ മൂത്ത ജ്യേഷ്ഠൻ അബ്ദുൽ ലത്തീഫും ഭാര്യ സാജിദയും താമസിക്കുന്ന വീട്ടിലേക്ക്. ഇത് യസൻ പുരം എന്നാണ് ഈ സ്ഥലത്തിന് പേര്. ഈ വീട്ടിൽ കൊലപാതകം നടക്കുമ്പോൾ പരിസരത്തുള്ള ആരും അതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ വീടിന് തൊട്ടടുത്ത ഒഴിഞ്ഞ പറമ്പാണ്, പിന്നെ അടുത്തുള്ള ഒരു വീടാണ്, അവിടെയും വൃദ്ധരായ ആൾക്കാരാണ് താമസിക്കുന്നത്. എന്നാൽ ഈ വീടിന്റെ മുൻവശത്തെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വീടുകളോ മറ്റ് കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നൊരു നിലവിളി ഉയർന്നാൽ, ബഹളം കേട്ടാൽ പെട്ടെന്ന് ആരെങ്കിലും ഓടിയെത്താൻ ഇല്ല. ഇത് തന്നെയാണ് ഈ കൊലപാതകി ഇവിടെ എത്തുമ്പോൾ കൊല നടത്തുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യമായി മാറിയതും. മാത്രമല്ല 23-കാരനായ ബന്ധു വീട്ടിലേക്ക് വരുമ്പോൾ അത് കൊല നടത്തുന്നതിന് വേണ്ടിയാണെന്ന് ഈ വീട്ടുകാർ ധരിച്ചിരുന്നതുമില്ല. ഈ വീട്ടിലേക്ക് എത്തി ഹാളിലാണ് ലത്തീഫിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് 20ഓളം മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അതായത് ചുറ്റിക കൊണ്ടാണ് മുഖത്തടിച്ചത്. നെഞ്ചിന് മുകളിൽ തലയ്ക്ക് ക്ഷതമേറ്റായിരുന്നു മരണം. ഇതേ രീതിയിൽ തന്നെയാണ് സാജിദയും കൊല്ലപ്പെട്ടത്. നെഞ്ചിന് മുകളിൽ തലയ്ക്ക് അടിയേൽക്കുകയായിരുന്നു. നിരവധി തവണ ഇത്തരത്തിൽ അടിയേറ്റു. ഈ വീടിന്റെ ഹാളിൽ സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു അബ്ദുൽ ലത്തീഫിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അടുക്കളയിലായിരുന്നു സാജിദയുടെ മൃതദേഹവും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് പിന്നീട് അന്വേഷണ സംഘം കൊണ്ടുപോവുകയും ചെയ്തു. സന്തോഷ് മണക്കാടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. എന്തായാലും പോലീസ് അന്വേഷിക്കുന്ന നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലൊക്കെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. കോഴിക്കോട്ടെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോൺ കാണാനില്ല. വിദ്യാർത്ഥിനിയുടെ സുഹൃത്തായ കോവൂർ സ്വദേശിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ 2ാം വർഷ LLB വിദ്യാർത്ഥിനിയായ മൗസ മെഹറിസാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. MS അനീഷ് കുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, കോളേജിൽ പോയ വിദ്യാർത്ഥിനി ഉച്ചയ്ക്ക് മടങ്ങിയെത്തുന്നു, ഹോസ്റ്റൽ മുറിയിലെത്തി ആത്മഹത്യ ചെയ്യുന്നു. സഹപാഠികൾക്കോ അധ്യാപകർക്കോ യാതൊരു വിവരവുമില്ല എന്തിന് ഈ ആത്മഹത്യ മൗസ ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് ഒരു സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ്, അല്ലേ? തീർച്ചയായും മരണത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. മരണത്തിന്റെ കാരണമെന്നത് ആത്മഹത്യ ആണ് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കാരണം ഈ താമസ സ്ഥലത്ത് 6 പെൺകുട്ടികളാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളിമാട് കുന്നിലെ ലോ കോളേജിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം, 1 കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ള ഒരിടത്താണ് ഇവരുടെ താമസ സ്ഥലം ഉണ്ടായിരുന്നത്. അവിടെ മുകളിലും താഴെയുമായാണ് ഈ പെൺകുട്ടികൾ താമസിച്ചു വന്നിരുന്നത്. രാവിലെ പതിവ് പോലെ ഈ മൗസയും കോളേജിലേക്ക് പോയതാണ്. കോളേജിൽ കലോത്സവം നടക്കുകയാണ്.
വിദ്യാർത്ഥിയാണ്. കലോത്സവത്തിലെ മത്സര ഇനങ്ങളിലൊക്കെ കൃത്യമായി പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം 12-ഓടുകൂടിയാണ് ഈ താമസ സ്ഥലത്തേക്ക് വന്നത്. പിന്നീട് വൈകുന്നേരമാണ് ഈ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിനികൾ അവിടെ കോളേജിൽ കാണാതെ വന്നു. പുറത്തേക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മൗസയെ കാണാതെ വന്നതോടുകൂടിയാണ് പിന്നീട് തിരഞ്ഞ് വീട്ടിലേക്ക് വന്നത്. അപ്പോഴാണ് മുറി അകത്തുനിന്നും കുറ്റിയിട്ട നിലയിൽ കണ്ടത്. തുടർന്ന് ഏറെ നേരം മുട്ടിവിളിച്ചെങ്കിലും അകത്തുനിന്ന് യാതൊരു പ്രതികരണം ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് പിന്നീട് സമീപത്തുള്ള സഹപാഠികളായ ചിലരെ കൂടി ഈ കുട്ടികൾ വിളിച്ചുകൊണ്ട് വരികയും കതക് തകർക്കുകയും ചെയ്ത് അപ്പോഴാണ് ഉള്ളിൽ ഫാനിൽ തൂങ്ങിയ നിലയിൽ ഈ മൗസയെ കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ഇത് ഒരു ആത്മഹത്യ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ദുരൂഹമായത് മൗസയുടെ മൊബൈൽ ഫോൺ ആ സ്ഥലത്ത് കാണാനില്ല എന്നതാണ്. ഒരു ടാബ് സ്ഥലത്തു നിന്നും കിട്ടി. ഒപ്പം ഒരു കടലാസിൽ 3 ഫോൺ നമ്പറുകൾ എഴുതി ഈ മുറിയുടെ ജനാലയിൽ വെച്ചിരുന്നു. ആ 3 ഫോൺ നമ്പറുകളും ഈ കുട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ അച്ഛന്റെയും അമ്മയുടെയും അമ്മാവന്റെയും ഒക്കെ ഉള്ള മൊബൈൽ നമ്പറുകളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് മാത്രം കൃത്യമായി ഒരു വശത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ബന്ധുക്കളെ വിവരം അറിയിക്കുന്നതിനായുള്ള ഒരു വിവരം നൽകിയ ഒരു കുറിപ്പാണ് എന്നാണ് കണക്കാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ മൊബൈൽ ഫോൺ എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ചാണ് പോലീസിന് കൃത്യമായൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. അവിടെ നിന്നുമാണ് ഈ മൗസയുടെ ഒരു ആൺ സുഹൃത്തിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. കോവൂർ സ്വദേശിയാണ് ഇയാൾ എന്ന് പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു. പക്ഷേ എന്താണ് ഇതിനുള്ളിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ഇയാൾക്ക് ഈ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്നലെ മുതൽ പോലീസ് ഇയാളെ തെരയുന്നുവെങ്കിലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇയാൾ ഈ ഒരു ആത്മഹത്യക്ക് ശേഷം ഒളിവിൽ പോയതാകാം എന്നുള്ള ഒരു അനുമാനത്തിലാകാം പോലീസ് ഉള്ളത്. ഈ ഇരുവർക്കുമിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി സഹപാഠികൾക്കോ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും ബോധ്യമുണ്ടായിരുന്നോ അനീഷ്? അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഈ യുവതി അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിനി ഇയാളുമായി അടുപ്പത്തിലായിരുന്നു. പക്ഷേ അടുപ്പത്തിലായിക്കഴിഞ്ഞാണ് പിന്നീട് ഇയാൾ വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നും ഒക്കെയുള്ള വിവരങ്ങൾ അറിയുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ അറിഞ്ഞതിന്റെ ഒരു ആഘാതമാവാം ഈ കുട്ടിയെ ഇത്തരം ഒരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന ഒരു നിഗമനവും സഹപാഠികൾക്കൊക്കെ ഉണ്ട്. എന്തായാലും ഈ 12:30-ക്ക് ഈ പെൺകുട്ടി കോളേജിൽ നിന്നും ഈ താമസ സ്ഥലത്തേക്ക് എത്തിയ ശേഷം ഒരുപക്ഷെ ഇയാൾ ആ സ്ഥലത്ത് എത്താനുള്ള ഒരു സാധ്യതകളാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. കാരണം രാവിലെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കോളേജിൽ വെച്ചൊക്കെ ഈ കുട്ടിയോട് സംസാരിച്ച കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് ഈ വിദ്യാർത്ഥിനി ക്യാമ്പസിൽ നിന്നും ഈ താമസ സ്ഥലത്തേക്ക് വരുന്നു. ഇതിനുശേഷം പലവട്ടം ഈ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ മറ്റ് സഹപാഠികളായ മുറിയൻ അല്ലെങ്കിൽ മുറിയിൽ താമസിക്കുന്നവരായ ആളുകൾ ഈ താമസ സ്ഥലത്തേക്ക് വരികയും തിരക്കുകയും ചെയ്ത് ഒരുപക്ഷെ ഈ കുട്ടി ഈ കോളേജിൽ നിന്നും വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ സുഹൃത്തായ ആൾ ഇവിടേക്ക് എത്തിയിരിക്കാം. ഇവർ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് വാക്കേറ്റമുണ്ടായിരിക്കാം. അപ്പോൾ ഒരുപക്ഷെ ഈ ഫോൺ ഇയാൾ പിടിച്ചു വാങ്ങി കൊണ്ടുപോയതാവാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണുള്ളത്. അതുകൊണ്ടാണ് ഈ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത്. ഇയാളുടെ പക്കലാവും ഈ ഫോൺ ഉണ്ടാവുക എന്നൊരു നിഗമനം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ വിവരം ലഭിക്കും. ഒരുപക്ഷെ ഈ വിവാഹിതനാണെന്നും കുട്ടികളുടെ പിതാവാണെന്നും ഒക്കെയുള്ള കാര്യം മറച്ചുവെച്ച് അടുപ്പമാവാൻ ശ്രമിക്കുകയും പിന്നീട് ഇക്കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാനസിക വിക്ഷോഭമായിരിക്കുമോ മരണത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിനിടയിൽ ഉണ്ടാകുമോ, ഇയാൾ മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ വല്ലതും ചെയ്തു കാണുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യതകളൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ ഈ കുട്ടിക്ക് പരുക്കുണ്ടോ അല്ലെങ്കിൽ ഈ തൂങ്ങി മരിച്ചപ്പോഴുണ്ടായ പരുക്കുകൾക്കപ്പുറം മറ്റെന്തെങ്കിലും ക്ഷതങ്ങൾ ഉണ്ടാവുമോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ ഫോൺ കണ്ടെത്തിയാൽ തന്നെ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ചൊരു കൃത്യമായ ധാരണ ലഭിക്കുമെന്നും പോലീസ് കരുതുന്നു. തീർച്ചയായും എം എസ് അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോൺ കാണാനില്ല എന്നുള്ളതാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസിനെ വലയ്ക്കുന്ന ഒരു കാര്യം. എന്തായാലും കോവൂർ സ്വദേശിയായ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചിപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്പോട്ട് ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.